So here we are. Just for a quick recap, whatever we learned in the first class, we have grown. Money homes we have grown. We have grown from that stage. Today, in the stage, നമ്മുടെ മുമ്പിലുള്ള വാക്കുകൾ ഹെഡ് ഓഫ് അക്കൗണ്ട് അല്ലേ, നമ്മുടെ മുമ്പിലുള്ള വാക്കുകൾ പ്രധാനമായിട്ട് എടുക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ചില കൺസെപ്റ്റ്സ്, ചില പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ അതിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അത് നിഷ്കർഷിക്കുന്ന ചില ജനറൽ കാര്യങ്ങൾ, കണ്ടീഷൻസ്, അതാണ് നമ്മൾ ഒന്നുള്ളത്. അതിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് മണി മെഷർമെൻറ്റ്, then second thing was entity, third എന്തായിരുന്നു, തേർഡ് കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തായിരുന്നു? എനിബഡി പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ. ആരായിരുന്നു? പ്ലീസ് കം അഗൈൻ. ഹു വാസ് ഇറ്റ്? പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞ സാധനം അതേ അല്ലാതെ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഡുവാലിറ്റി. ഡുവാലിറ്റി. അതന്നെ. ഈ വാക്കുകളൊക്കെ നിങ്ങൾ അങ്ങനെ ഒന്നും ഓർക്കണം എന്നൊന്നുമില്ല, പക്ഷെ നല്ല വാക്കുകളാണ്. നല്ല വാക്കുകളാണ് ഇതൊക്കെ നല്ല വാക്കുകളാണ്. സത്യത്തിൽ വളരെ ആലോചിച്ച് നല്ല ഭാവനാത്മകമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന, സോ ക്രിയേറ്റീവ്, സോ ഇന്നോവേറ്റീവ്, സോ ആപ്റ്റ് ആയിട്ട് വേർഡ്സ് ആർ യൂസ്ഡ് ഹിയർ ബൈ ഹൂവർ ഹാസ് കോയിൻഡ് ഇറ്റ്. ഇറ്റ്സ് വെരി ഗുഡ്. മണി മെഷർമെൻറ്റ്. Then entity is a wonderful word, അല്ലേ? Entity concept. Then duality എല്ലാത്തിനും ഒരു രണ്ട് വശം ഉണ്ടെന്നുള്ളത്. ഡുവാലിറ്റി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്, നോട്ട് ജസ്റ്റ് ഇൻ അക്കൗണ്ടിങ്, എനിത്തിങ് ഇൻ യുവർ ഡെയിലി ലൈഫ്. എല്ലാത്തിനും 2 വശങ്ങളിൽ നിന്ന് കാണാൻ പറ്റുക. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ചെയ്യുന്ന ആളുടെ ഭാഗത്തു നിന്നും കാണുക, നിങ്ങളുടെ ഭാഗത്തു നിന്നും കാണുക എന്നൊക്കെ പറയില്ലേ? നമ്മൾ ചെയ്യുമ്പോൾ മറ്റേ ആളുടെ ഭാഗത്ത് നിന്ന് എംപത്തറ്റിക് ആയിട്ട് കാണുക എന്ന് പറയില്ലേ? മറ്റേ ആൾ എംപത്തി അയാളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാര്യങ്ങളെ കാണാൻ പറ്റുക എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ജീവിതത്തിൽ എല്ലായിടത്തും ഉള്ളതാണ് ഈ ഡുവാലിറ്റി. എന്ന് തോന്നുന്ന പണ്ട് നമ്മുടെ ഫിലോസഫിക്കൽ റിലീജിയസ് ഗ്രന്ഥങ്ങളിൽ തൊട്ട് ഇങ്ങോട്ട് സയൻസിലൊക്കെ ഉള്ള കൺസെപ്റ്റ്സ് ആണ് ഇതൊക്കെ. സോ ഡുവാലിറ്റി കൺസെപ്റ്റ് ഈസ് എ വെരി വണ്ടർഫുൾ ടേം. ഡുവാലിറ്റി വെച്ചാൽ രണ്ട്. അപ്പോൾ അത് ബാലൻസിങ്ങിൻ്റെ കൺസെപ്റ്റാണ്. അത് ഒരു സ്ഥലത്ത് നിന്ന് പോയാൽ മറ്റൊരു സ്ഥലത്ത് കാണും, എവിടെയും നശിച്ചു പോകുന്നില്ല. ഓക്കെ, റൈറ്റ്. ഈ 3 വാക്കുകൾ. പിന്നെ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്നുള്ള വാക്ക്, അതും ഐ തിങ്ക് വി ആർ ക്ലിയർ അബൌട്ട് ദാറ്റ് നൗ. ഫോം ഓഫ് മണി എന്നതൊക്കെ നമ്മൾ പതുക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് നമ്മുടെ മസിൽ മെമ്മറിയിലേക്ക് പോവുകയും ഹെഡ് ഓഫ് അക്കൗണ്ട് എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് തറയ്ക്കുകയും ചെയ്യും. ഹെഡ് ഓഫ് അക്കൗണ്ട്. സോ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ദീസ് ഡേയ്സ് സ്കൂളിൽ ക്ലിയർ ആവും. എൻറ്റിറ്റി ആൻഡ് ഡുവാലിറ്റി കൺസെപ്റ്റ്സിനെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സസൈസാണ് വി ആർ ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഹാസ് ബിക്കം, യെസ്റ്റർഡേ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇറ്റ് ഇസ് ഗെറ്റിംഗ് സംവാട്ട് ക്ലിയർ. പക്ഷെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ദൃശ്യം സിനിമ കണ്ടിട്ടില്ല. ദൃശ്യം സിനിമ കാണാത്തവരാരെങ്കിലും ഉണ്ടോ അവിടെ? ദൃശ്യം സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാറേ. കണ്ടിട്ടുണ്ട്. Ridesh, you have seen Drishyam movie? No, sir, I haven't heard of it. You have not heard of it. It is there in every language here. Sir, I have heard of it, but I have not seen it. It is there in every language. It came in Malayalam first. Our beloved actor Mohanlal did an important role. Then in every language it has come. It has come in Tamil Nadu, Tamil by Kamal Hassan. Then Telugu, or I think Hindi, every language it has come. Every Indian language it has come. So ഞാൻ പറയാൻ കാരണം വെച്ചാൽ അതിൽ മോഹൻലാൽ ഈസ് എ ഫാദർ ഓഫ്, ഈസ് എ ഹെഡ് ഓഫ് ദ ഫാമിലി, ആൻഡ് he says to his children and to his wife, they are being questioned by the police for an act of crime, which you can see when the film is seen. So the police will question. So he says they will ask in various ways. തിരിച്ചും മറിച്ചും ചോദിക്കും. They will twist the question in various ways. You should stick to your statement. നിങ്ങൾ നിങ്ങളുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞ പോലെ ഞാനിനി തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. ഋഷികേഷ് ഇന്ന് വന്നില്ല അല്ലേ? ഋഷികേഷ് ഇസ് നോട്ട് ദയർ. ഓ മൈ ഗോഡ്, അവർ ഹീറോ ഇസ് നോട്ട് ദയർ.
So joined just now. ഋഷികേഷ് കേൾക്കാമോ? യെസ് സാർ. ഞാൻ നീ ഇല്ലെന്ന് വെച്ചിരിക്കുന്നത്, നിന്നെ കുറിച്ചാണ് ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, മഴയായിരുന്നു, ഭയങ്കര ഇടി. ഫൈൻ ഫൈൻ, സൂക്ഷിച്ചാൽ മതി. സോ നൗ വി ആർ ഗോയിങ് ടു ടേക്ക് ദ കേസസ്. ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ രണ്ട് കൺസെപ്റ്റ് ഉള്ളിൽ വെക്കുക. എൻറ്റിറ്റി കൺസെപ്റ്റ് ഉള്ളിൽ വെക്കുക, ഡുവാലിറ്റി കൺസെപ്റ്റ് ഉള്ളിൽ വെക്കുക. ഓക്കെ ഫൈൻ. അപ്പോൾ ഋഷികേഷിന് നമുക്കിവിടെ ഋഷികേഷിൻ്റെ സ്ഥാപനത്തെ വിൽ കോൾ ഇറ്റ് ഋഷികേഷ് കൊപ്ര. കുഴപ്പമില്ലടാ, കൊപ്ര ലിമിറ്റഡ് വേണ്ട, നിൻ്റെ സ്വന്തം ഫേം മതി. ഋഷികേഷ് കൊപ്ര ഫ്ലേവർ. ആഹാ, ഋഷികേഷ് കൊപ്ര ഫ്ലേവർ, അതാണ് നിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. കൊപ്ര വെച്ചിട്ട് എന്തോ പരിപാടി ചെയ്യണം നീ. അപ്പോൾ അച്ഛൻ നിങ്ങൾക്ക് അവർ ഈ സ്ഥാപനത്തിലേക്കാണ് കാശ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. As a branding person, I want to suggest some more better name. Yes. Rishikesh Coco Solutions. Oh. Rishikesh, okay ra? യെസ് സാർ, നോ പ്രോബ്ലം. നോ പ്രോബ്ലം എന്നാ നല്ല ഉഗ്ര പേര് പറഞ്ഞിട്ട് നോ പ്രോബ്ലം. കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. സൊല്യൂഷൻ അവനെടുത്തു. ഇപ്പൊ ഈ ബ്രാൻഡിങ് എന്ന് സതീഷ് പറഞ്ഞില്ലേ, നിങ്ങൾ കേട്ടോ വാക്ക്? എല്ലാരും കേട്ടോ? ആ സാർ കേട്ടു. എന്താണത്? വെറുതെ ചോദിക്കാട്ടോ. പിന്നെ മണി മാനേജ്മെന്റിനോട് ബന്ധമില്ലെങ്കിലും നമ്മളൊരു സാധനത്തിന് അതിലായിട്ട് ബന്ധപ്പെടുത്താൻ വേണമെങ്കിൽ. എന്താണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്? എന്താ ബ്രാൻഡിങ് എന്താന്ന് പറയണ്ട, നിങ്ങൾക്ക് എന്താണ് തോന്നിയത് പെട്ടെന്ന് കേട്ടോ? ഒരു ബ്രാൻഡിന്റെ ലോഗോ, ടൈപ്പോഗ്രഫി, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെന്റ്, ഒരു ബ്രാൻഡിനെ അതിന്റെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക, അതിന്റെ കളേഴ്സ് എല്ലാം. കൊള്ളാട്ടോ. കളേഴ്സ്, കളർ പിന്നെ പ്ലേസ്മെന്റ് അല്ലേ, പ്ലേസ്മെന്റ് ഇൻ ദ മാർക്കറ്റ്. ഇതെല്ലാം മണി മാനേജ്മെന്റിനോട് കണ്ട. നിങ്ങൾ ഞാനത് പറയാൻ കാരണം ഇപ്പോൾ വിഷ്ണു പറഞ്ഞില്ലേ, നിങ്ങളൊരു പ്രൊഡക്റ്റിനെ ഒരു സ്ഥാപനം, പ്രൊഡക്റ്റോ സ്ഥാപനമോ നിങ്ങൾ കൊടുക്കുന്ന സർവീസൊക്കെ കാണുമ്പോൾ അതിനെ എങ്ങനെ പ്ലേസ് ചെയ്യും, നിങ്ങളതിനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യാം, എവിടെ പ്ലേസ് ചെയ്യും, എന്ത് ഇപ്പം കണ്ടാൽ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതാണെന്ന്. അവരുടെ ചില ഇപ്പം വിഷ്ണു പറഞ്ഞ പോലെയാണ്, വാട്ട് വിഷ്ണു സേസ്, യു ജസ്റ്റ് സീ 2 കളേഴ്സ്, നിങ്ങൾക്കറിയാം അത് ഇന്ന സ്ഥാപനത്തിൻ്റെ ആണെന്ന്. ഒരു ലോഗോ, ചെറിയ ലോഗോ കണ്ടറിയാം ഇന്ന സ്ഥാനത്തിൻ്റെ ആണെന്ന്. അങ്ങനെ പ്ലേസ് ചെയ്യുന്നത് തൊട്ട്, അങ്ങനെയുള്ള കളർ, അങ്ങനെയുള്ള ചില സിമ്പിൾസ് ഒക്കെ കൊടുക്കുന്നത് തൊട്ട് ഇതിനെ പ്ലേസ് ചെയ്യുന്ന എല്ലാം വരുന്നതാണ്. അപ്പം ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സതീഷ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ മണി മെഷർമെന്റ് കൺസെപ്റ്റ്, നമ്മൾ പറഞ്ഞു മണി മെഷർമെന്റ് കൺസെപ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പല കാര്യങ്ങളും മണി നമുക്ക് ഫൈനാൻഷ്യലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഫിനാൻഷ്യലി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത വന്നുകൊണ്ടിരിക്കുന്നു, അത് മാറിക്കൊണ്ടുമിരിക്കുന്നു. അപ്പോൾ ഒരു സ്ഥാപനം അവരുടെ ചില വാല്യൂസ്, നമ്മൾ പറഞ്ഞില്ലേ എത്തിക്സ് ഒക്കെ പറഞ്ഞില്ലേ, ചില സ്ഥാപനങ്ങൾ വളരെ മൂല്യം, നമുക്കറിയാം അവരുടെ സർവീസസ് വളരെ മൂല്യമുള്ളതാണ്, വാല്യൂ ഉണ്ട്, വാല്യൂ സിസ്റ്റംസ് ഉണ്ട്. അവരെങ്ങനെ, അപ്പോൾ അതിന് ആ വാല്യൂ സിസ്റ്റംസിനൊന്നും ഒരു അക്കൗണ്ടിങ്ങിൽ ചിലപ്പോൾ പലപ്പോഴും സ്ഥാനം ഉണ്ടാവില്ല. ഒരു വാല്യൂ സിസ്റ്റം ഇല്ലാത്തൊരു പുസ്തകമായിട്ട് കോമ്പീറ്റ് ചെയ്യണം അവർക്കും മറ്റവർക്കും ഒക്കെ ഒരേപോലെ ആയിരിക്കും. അപ്പോഴാണ് ചിലപ്പോൾ ഇവരുടെ ആ വാല്യൂ സിസ്റ്റത്തിനെ ഇവരൊരു ബ്രാൻഡായിട്ട് പ്ലേസ് ചെയ്യുന്നത്. ചില ബ്രാൻഡിങ് മെസ്സേജ് ആയിട്ട് പോകുന്നത്. അതാണ് സതീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏതിൻ്റെയാണ് പറഞ്ഞില്ലേ, എന്താണ് നീ പറഞ്ഞില്ലേ, പ്രൈസ്ലെസ് അല്ലേ, മാസ്റ്റർ കാർഡിൻ്റെ. കാരണം അപ്പോൾ അവരതിനെ ഒരു നമുക്കൊരിക്കലും നമുക്ക് പറയാൻ പറ്റാത്ത സാധനങ്ങളെ അവരുടെ ആ ബ്രാൻഡിങ്, അവരുടെ അഡ്വർടൈസ്മെന്റ്സ് അവരുടെ ബ്രാൻഡിങ്ങിലേക്ക് കൊണ്ടുവന്നു. അപ്പം അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യും. എല്ലാം കാശിലൂടെ മാത്രമേ എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാശിന് പറ്റാത്ത കാര്യങ്ങളെ അവർ വേറെ സാധനത്തിനൊക്കെ ഉപയോഗിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ബട്ട് ഓക്കെ ഫൈൻ. അപ്പോൾ ആ പേരിൻ്റെ പ്രാധാന്യമൊക്കെ അവിടെയാണ്, സ്ഥാപനത്തിൻ്റെയൊക്കെ. ഫൈൻ. ഇവിടെ സോ നൗ വേർ ആർ വി നൗ? ഇപ്പോൾ
ഞാനൊരു ചെറിയ കൺസെപ്റ്റ് പറയാൻ പോവാണ്. ഞാൻ ചില സിറ്റുവേഷൻസ് പറയാമാണ്. ഋഷികേഷ് ടേക്സ് എ ലോൺ ഓഫ് റുപ്പീസ് 10,000 ഫ്രം ഹിസ് ഫാമിലി ഓൺ 1910. ഓക്കെ, ഇതാണ് നമ്മൾ. അപ്പം മുടകര കുടുംബം 19-ാം തീയതി ലോൺ ഋഷികേഷിന് കൊടുത്തു എന്നും രേഖപ്പെടുത്തി. ഋഷികേഷ് ലോൺ എനിക്ക് കിട്ടി എന്നും പറഞ്ഞും രേഖപ്പെടുത്തി. ക്ലിയർ അല്ലേ? എവരിബഡി ആർ വിത്ത് മീ അല്ലേ? വി ആർ ഗോയിങ് അഹെഡ്. Rishikesh deposits ₹10,000 in his bank account. ഋഷികേഷ് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. ഈ ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻസ് എന്നുള്ള സ്ഥാപനത്തിന് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എവിടെ? ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. അവിടെ ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻസ് ഹാസ് an account in the Bank of India with the Bank of India. This is a bank, and we have already said that this bank is a different entity, and Hrishikesh is depositing that in the bank. ഒന്ന് പറയാമോ? Come on, it is your venue. നിങ്ങൾക്ക് പറയാം. പ്ലീസ്, ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. ആൻഡ് അഗെയിൻ നമ്മുടെ അനന്തു, നസീബ അവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ആൻഡ് ലെറ്റ് അതേഴ്സ് ഫസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. So bank want to make a proof, and I also want to make one proof. Super. Okay. So bank in first column date. ഈ പ്രൂഫ് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങളുടെ തലയ്ക്ക് പിടിച്ചു പ്രൂഫ് വേണമെന്ന് പറഞ്ഞത്. അത് തലയ്ക്ക് പിടിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി അത് പറയാതിരിക്കുന്നത് ശരിയല്ല. ബിക്കോസ് യു ആർ ഓൾറെഡി committed to that, I am going to add another column here, very very important one, that is the proof. Without that ഋഷികേഷിൻ്റെ കാര്യമായതുകൊണ്ട് ഋഷികേഷിന് ഇപ്പോൾ അതിൽ ഭയങ്കര സീരിയസ്നെസ് ആയിട്ടുണ്ട്. സോ ഹി വാണ്ട്സ് പ്രൂഫ്. സോ ഐ ആം പുട്ടിങ് എ കോളം ഫോർ പ്രൂഫ് ഓൾസോ, വിച്ച് സേസ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എവരിബഡി എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണ്ടല്ലോ. എവരിബഡി ആർ വിത്ത് മീ? ഓക്കെ, ഫൈൻ. ഋഷികേഷ് ഇതിന് ഞാൻ ഡോക്യുമെന്റ് എന്നിടുകയാണ്. DC എന്നിടുകയാണേ. അതായത് പ്രൂഫാണ്, ഡോക്യുമെന്റ്. അപ്പം ഇത് പ്രകാരം ഞാൻ വെറുതെ നമ്പർ ഇടുകയാണ്. V1 പ്രകാരം V എന്നുള്ള വാക്കിന് ഞാൻ കൊടുക്കുന്ന, വൈ ഡിഡ് ഐ ചൂസ് V? എന്തായിരിക്കും അനന്തു ഞാൻ V എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്? അനന്തു, ഞാൻ ഇത് പ്രൂഫാണേ. ഇത് ഋഷികേഷിന് കാശ് കിട്ടിയെന്ന് ഋഷികേഷ് പ്രൂഫ് വെക്കുന്നത് പോലത്തുള്ള പ്രൂഫിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞില്ല. ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ല രണ്ടുപേർക്കും ഒപ്പിട്ട് വാങ്ങിക്കാനൊക്കെ. ഇന്നലെ പറഞ്ഞില്ലേ, ഐ ടോൾഡ് യു നോ. സാറേ ഇന്നലെ എനിക്ക് നെറ്റ് ഇഷ്യൂ കൊണ്ട് ഞാൻ ലെഫ്റ്റ്. അപ്പൊ അർച്ചനയോ സിബിലിയോ നസീബയോ പറയാൻ പറ്റുമോ? ദിസ് ഇസ് വാട്ട് ഐ മെന്റ് ഹിയർ ഇസ് whenever we are having a transaction, this is a transaction happening, we are trying to document by keeping the we are going to keep a document as proof for that, because there should be proof of, if you are giving some money to somebody, there should be proof of that. If you are getting some money from somebody, there should be a proof of that, a document for that. അത് ആർക്കെങ്കിലും വെരിഫൈ ചെയ്യാൻ വേണ്ടി വേണം. നാളെ ഒരു ടുമോറോ കൊടുത്തില്ലെന്നോ കിട്ടിയില്ലെന്നോ പറയാൻ പാടില്ലല്ലോ. സോ ദർ ഷുഡ് ബി എ ഡോക്യുമെന്റ് ഫോർ എവറി ട്രാൻസാക്ഷൻ ഹാപ്പനിങ്. എവറി ട്രാൻസാക്ഷൻ ഹാപ്പനിങ് ദർ ഷുഡ് ബി എ ഡോക്യുമെന്റേഷൻ. അപ്പോൾ അതിൽ ഞാൻ ആ ഡോക്യുമെന്റിന് ഞാൻ കൊടുക്കുന്ന നമ്പറാണ് V1. വൈ ഐ എം കോളിംഗ് ഇറ്റ് V1? V എന്ന് പറയാൻ കാരണം എന്താ? അർച്ചന വാല്യൂ അല്ല, ഋഷികേഷ് ആണോ പറഞ്ഞേ? യെസ്. അല്ല മോനെ, വാല്യൂ അല്ല. ഞാൻ അവരടുത്ത് പറയാൻ കാരണം ഇവര് കേട്ടിട്ടുള്ള വാക്കാണ്. നിങ്ങൾ യെസ്, ആരാ പറഞ്ഞേ?
voucher, ആരാ പറയുന്നത്? നസീബാണ്. nasib, നസീബ പറഞ്ഞ വാക്ക് കണ്ടോ? വൗച്ചർ എന്നുള്ള വാക്ക് പറഞ്ഞു. വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് നസീബ? വാട്ട് ഈസ് വൗച്ചർ? സോഴ്സ് ഡോക്യുമെന്റ് അല്ലേ സാറേ? ഓക്കെ. അഗെയിൻ അനദർ വാക്ക് വന്നു, സോഴ്സ് ഡോക്യുമെന്റ്. സോ ഞാൻ പറഞ്ഞത് തന്നെ, നമ്മൾ പറഞ്ഞതിലേക്ക് തന്നെ വരികയാണ്. നമ്മൾ എന്ത് വാട്ട് എവർ ട്രാൻസാക്ഷൻസ് വി ആർ ഗോയിങ് ടു ഡു ഇൻ അക്കൗണ്ടിങ്, നമ്മൾ അതിനൊരു ഒരു നമ്പർ വെച്ചിട്ട് ഒരു പ്രൂഫ് വെക്കും. സോ ദാറ്റ് അത് എപ്പോൾ വേണമെങ്കിലും വെരിഫൈ ചെയ്യാൻ, ബാക്ക് ട്രാക്ക് ചെയ്യാൻ, സൈൻ ഇല്ലേ, ഒപ്പില്ലേ, ആ ആളുടെ കൺസെന്റ് ഇല്ലേ, മറ്റേ ആൾക്ക് നമ്മൾ കാശ് കൊടുത്തും അയാൾ ഒപ്പിട്ടില്ലെന്നൊക്കെ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺഫ്ലിക്റ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഡോക്യുമെന്റ് വെക്കും. ആ ഡോക്യുമെന്റ് ചിലപ്പോൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. പ്രിന്റ് ഔട്ട് ആവശ്യമുള്ളപ്പോൾ പ്രിന്റ് ഔട്ട് എടുക്കാം, ഒപ്പിടും, വേണ്ടവർ കൺസേൺ ആൾക്കാർ ഒപ്പിട്ട് വെക്കും. അതിനാണ് നമ്മൾ വൗച്ചർ എന്നാണ് പറയുക. ഈ വാക്ക് നിങ്ങൾ ഓർത്തോളൂ, വൗച്ചർ. അപ്പം ഈ വൗച്ചറിന്റെ ഒരു ഡാറ്റയും കൂടെ നമുക്ക് വെക്കാം. അപ്പം ദിസ് മീൻസ് 1910 V1 പ്രകാരം, V1 എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു 1 എന്ന് പറയാൻ കാരണം ബിക്കോസ് ഇറ്റ് ഇസ് എ ഫസ്റ്റ് ട്രാൻസാക്ഷൻ പ്രകാരം 10,000 രൂപ ലോൺ ആയിട്ട് മുടകരയിൽ നിന്ന് ലോണ് നമ്മുടെ ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻസിലേക്ക് വന്നു. അപ്പൊ ഇവിടെ ഞാൻ എന്താ ഇടണ്ടേ? എനിബഡി ക്യാൻ പറയാമോ? ജ്യോതിഷ്. ആരാ V2 എന്ന് പറയണേ? ഞാൻ അനന്തു സാർ. അനന്തു സീയിങ് V2. എനിബഡി വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? എനിബഡി ക്യാൻ കം ഇൻ. ആർ വി ഓക്കെ വിത്ത് V2 ഓർ ഡു യു എനിബഡി ഹാസ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ? V2 അല്ല, V2 പാടില്ല എന്നോ, V2 വേണ്ടെന്നോ, വേറെ നമ്പർ വേണമെന്നോ, എനിത്തിങ്? ഈസ് വാട്ട് വി ആർ ഡിസ്കസിങ് ക്ലിയർ ടു എവ്രിബഡി ഓർ ആർ യു എനിബഡി ഔട്ട് ഓഫ് മിസ്പ്ലേസ്ഡ് ആണോ പറയുന്നതിൽ? നമ്മുടെ ഈ V1 V2 എന്നൊക്കെ പറയുന്നത് വാട്ട് ആർ വി ടോക്കിംഗ് അബൌട്ട് എന്നുള്ളത് ഈസ് ഇറ്റ് ക്ലിയർ ടു എവ്രി വൺ? വാട്ട് ആർ വി ടോക്കിംഗ് അബൌട്ട്? വൈ നിൽക്കട്ടെ, വാട്ട് ആർ വി ടോക്കിംഗ് അബൌട്ട്? ഓക്കെ, ഫൈൻ. സോ അനന്തു ഈസ് സേയിങ് V1 ഞാൻ ഇതിനിട്ടു, V2 ഇതിനിടുന്നു. ആർക്കെങ്കിലും എനിത്തിങ് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ടോ, പറയാനുണ്ടോ? ഓർ എവരിബഡി ആർ ഓക്കെ വിത്ത് ഇറ്റ്? പറഞ്ഞോളൂ. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. I hope everybody is there. Vishnu is there, Shivananda is there, Jyotish is there, Ridish is there, Sibilla, Archana, everybody can come in. Sir, why it is not V3 or V4? നിങ്ങൾക്ക് V3 വേണോ? അല്ല, അതാ എന്താ കുഴപ്പമില്ല, വേണമെങ്കിൽ അതാണ്. നിനക്ക് V3 വേണമെങ്കിൽ V3 വെക്കാം. അതെല്ലേ, അല്ല, ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. നിനക്ക് V3 വേണമെന്ന് പറഞ്ഞു, ഞാൻ V3 വെച്ചു, അത്രേ ഉള്ളൂ. ഞാനതിനൊരു എന്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞ തെറ്റല്ല എന്ന് മാത്രമേ അതിനോ. വാട്ട് അനന്തു പറഞ്ഞതും നീ പറഞ്ഞതൊന്നും തെറ്റല്ല. പക്ഷെ എനിക്ക് വേറൊരു അഭിപ്രായമുണ്ട്. Anybody? Sir, I think it should be same. You're saying V1, what? V1. Oh, Jyotish wants V1. അതെ സാർ, V1. അതാരാ പറഞ്ഞേ V1? Sibili is also saying V1. Sir, V1. V1. ഇതൊക്കെ അർച്ചനയൊക്കെ ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ പറയുള്ളോ? അല്ല സാർ, ഇപ്പൊ അർച്ചന V1 എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ മോഹം കാണാൻ പറ്റില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്നത് ഒരാൾ പറഞ്ഞപ്പോ അതിലേക്ക് ഞാനുണ്ട് ഈ വോട്ടിൽ എന്ന് വേണം. അങ്ങനെയല്ല, ഫ്രണ്ട് റണ്ണർ ആവണം. അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. തെറ്റ് നമ്മുടെ വിഷയമല്ല. എന്നാലാണ് നമ്മൾ എല്ലാത്തിന്റെയും മുമ്പിൽ എന്ന് വെച്ചാൽ നമുക്കൊരു നമ്മുടെ അഭിപ്രായത്തിന്, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞാൽ മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ? I think everybody has an opinion. So now see, V1 is coming in because Jyotish said V1. Now I am asking Jyotish, why V1? Why are you saying it should be V1? Sir, because the Mudagara family only gave the loan to Rishikesh, so okay, the name should be same. Okay, so you are saying this V1 controls this V1 is the same which I should put there, alle? Yes sir. This V1 is the same which I should put there. This is what Jyotish is saying. ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ V1 കാരൊക്കെ ഈ നിലപാടിന്റെ ആൾക്കാരാണോ? Are everybody who all says V1
Are everybody of the same opinion that this same V1 should be here? Are everybody of the same opinion? At least V1 guy. Anybody vouching for a different thing? Or a different idea? Anybody is ആർക്കെങ്കിലും മനസ്സിലുണ്ടോ അല്ലെങ്കിൽ തോന്നുന്നുണ്ടോ? ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഞാനും V1 പറയാൻ പോവാ. സാറേ അല്ല അവിടെ V1 തന്നെ V വരണം അവിടെ എന്തായാലും വൗച്ചറിന് എന്തായാലും വരണം. അത് നിനക്ക് എന്താ വേണ്ടത്? അല്ല ചോദിക്കുക അങ്ങനെയാണെങ്കിൽ നീ പറ, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് ഇഷ്ടമുള്ള പേര്, നിന്റെ കുട്ടിക്ക് നിനക്ക് ഇഷ്ടമുള്ള പേരിലൂടെ നിന്റെ കുട്ടിക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. ആ കുട്ടി പിന്നീട് പിന്നെ പേര് മാറ്റിക്കോളും. നിന്റെ കുട്ടിക്ക് നീ ഇഷ്ടമുള്ള പേരിട്ടോ, ആ കുട്ടി പിന്നെ വലുതാവുമ്പോ പേര് മാറ്റിക്കോളും. വീറ്റു തന്നെ മതി സാറേ. വീറ്റു ആണ് നിനക്ക് ഇഷ്ടമുള്ള പേര്. ഓക്കെ റൈറ്റ്. സോ ദ പോയിന്റ് അപ്പൊ ഞാനും V1 ഇടാനാണ് താല്പര്യപ്പെടുന്നത്. ബട്ട് ഒരു വലിയ ബട്ട് ഉണ്ട് ഇവിടെ. I am also in favor of putting V1, but that is not because this V1 I am copying here. ഈ V1 ഞാൻ കോപ്പി അല്ല ചെയ്യുന്നത്. I am not copying the V1 of Rishikesh Coco Solutions. This is my V1. Or I am going to put it D1. D1 മാറ്റിയിട്ട് V1 ഇടാൻ കാരണം എന്താ? എനിക്ക് D1 ഇടാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ V1 ഇടാം, അല്ലെങ്കിൽ എന്ത് വേണം, R1 എന്നോ എന്ത് വേണം ഇടാം. Why 1? 1 എന്ന് ഞാൻ ഇടാൻ കാരണം എന്താ? Because it is first voucher. It is the first voucher. അപ്പൊ 1 എന്നുള്ളത് ഫസ്റ്റ് വൗച്ചർ ആയതുകൊണ്ടാണ്. It is first voucher of Mudagara. It is the first voucher of Mudagara. അതുകൊണ്ടാണ് ഞാൻ വൗച്ചറിന് V ആയതുകൊണ്ട് ഞാൻ V1 ഇടാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ്. Don't be under the impression that I am putting V1 because Rishikesh, I have given it to Rishikesh Coco Solutions, and Rishikesh Coco Solutions also has, I am in concurrence. Rishikesh should compare either. I am asking Rishikesh, this is Mudagara Kudumbam, they are asking Rishikesh, what are you putting in your book? Rishikesh will say, I am putting V1. Okay, then I will also put V1. Then suppose they are giving another one to some other persons. Then they will ask, what are you putting? Then that other person will say, Mudagara കുടുംബത്തിന്റെ ഋഷികേഷിന്റെ ചേച്ചിക്ക് ഇനി 10,000 rupees കൊടുക്കുകയാണ്. അപ്പൊ ഋഷികേഷിന്റെ ചേച്ചി പറയാണ്, ഞാൻ ഇട്ടേക്കണ പേര് നമ്പർ V4 ആണെന്ന് ഇട്ടെന്ന് വെച്ചു. കാരണം V4 ഇടുമ്പോ ഇവര് പോയിട്ട് സെക്കൻഡ് കാശ് കൊടുക്കുന്നതിന് V4 ഇട്ട എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ആവശ്യമില്ല. ഇവരുടെ ഓർഡറിൽ ഇട്ട് പോകും. ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഐ ഡോണ്ട് നോ വെദർ ഐ എം മേക്കിംഗ് ഇറ്റ് ക്ലിയർ. സംശയം ഉണ്ടെങ്കിൽ യു കൻ ആസ്ക് ദർ ഇസ് ഡൗട്ട്. This V1 has nothing to do with this V1. V1 എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് ഇടുകയാണോ അതോ അവരുടെ ഇഷ്ടത്തിന് ഇടുകയാണ്. പക്ഷെ അവരുടെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അതിനൊരു ലോജിക്ക് വേണം. ആ ലോജിക്ക് എന്താ? എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ വൗച്ചർ. അപ്പൊ ഋഷികേഷും പറയുന്നു എൻ്റെ ആദ്യത്തെ വൗച്ചർ. ഋഷികേഷ് is also saying my first voucher. Mudagara Kudumbam is also saying my first voucher. But that doesn't mean this V1 and this V1 should sync. കാരണം അത് ഇവർ രണ്ടും ടു ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ഇവർക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നാളെ സപ്പോസ് ഋഷികേഷ് Mudagara Kudumbam father is asking Rishikesh, see, I have given you 10,000 rupees loan, please give it back to me. Then Rishikesh is saying, no, what 10,000 rupees? I didn't get 10,000 rupees. അച്ഛൻ എനിക്ക് തന്നിട്ടൊന്നുമില്ല, എനിക്ക് ഒന്നുമില്ല, ബിക്കോസ് ക്യാഷ് ആണല്ലോ കൊടുത്തത്, വേറെ പ്രൂഫ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഋഷികേഷ് ഫാദർ വിൽ സിംപ്ലി ടേക്ക് ദിസ് ഡോക്യുമെന്റ് ഔട്ട്, V1. ഈ V1 അങ്ങോട്ട് എടുക്കും. അതിൽ ഋഷികേഷിന്റെ ഒപ്പുണ്ടാവും. ഇന്ന ദിവസം ഋഷികേഷ് ഹാസ് ടേക്കൺ ദിസ് എന്ന് പറഞ്ഞാൽ ഋഷികേഷിന്റെ ഒപ്പുണ്ടാവും.
ഇനി ഋഷികേഷ് തിരിച്ചു കൊടുക്കുന്ന ലോണാണ് തിരിച്ചു കൊടുക്കുന്നതിന് സാധനം വേറെ വല്ല പ്രൂഫ് ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും, ബാക്ക് ട്രാക്ക് ചെയ്യാനുണ്ടാവും. ആ വിത്ത് ദാറ്റ് പ്രൂഫ് ഓൺലി ഋഷികേഷ് ഫാദർ ഈസ് ഗോയിങ് ടു ആസ്ക് ഹിം ഗിവ് മീ ബാക്ക് മൈ ലോൺ. അല്ലാതെ ഹി ഈസ് നോട്ട് ഗോയിങ് ടു സെർച്ച് ഇൻ ഋഷികേഷ് ഡോക്യുമെന്റ്. ഋഷികേഷിന്റെ സ്ഥാപനത്തിൽ പോയിട്ട് he will not go and see in his accounting system and see what ഋഷികേഷ് ഇത് മാർക്ക് ചെയ്തില്ലെന്ന് നോക്കില്ല. അതല്ല അയാളുടെ വിഷയം. അയാളുടെ വിഷയം എൻ്റെ കയ്യിൽ ഋഷികേഷിന്റെ ഫാദറിന്റെ കൺസേൺ ഇസ് only important for him is he has the document which has shown that Rishikesh has taken 10,000 rupees from him on this particular date. He has signed this. It is there in this document and it is given to him. Rishikesh may or may not account it in his books. അത് മുടുകര കുടുംബത്തിന്റെ അക്കൗണ്ടന്റിന്റെ പ്രശ്നമല്ല. Did you get me? Did you get the point I am speaking here? Yes. Everybody? Yes, sir. So the point ഇവിടെയൊക്കെയാണ് നിങ്ങൾ എൻറ്റിറ്റി എന്നുള്ളത് തറയ്ക്കാൻ വേണ്ടി ഞാൻ ഈ പറയണേ. I am driving it. entity എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത് ഇതൊരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റിയാണ്. ദിസ് ഈസ് അനദർ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി. ഇതിനൊന്നും പരസ്പര ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. നോ നീഡ് ടു രണ്ടുപേർക്കും പരസ്പരം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം തൽക്കാലമൊന്നുമില്ല. മനസ്സിലായോ? അതാണ് ഇമ്പോർട്ടന്റ്. അതാണ് എൻറ്റിറ്റിയുടെ ഇമ്പോർട്ടൻസ്. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ സതീഷ് ഒരു എക്സാമ്പിൾ പറയുമായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിജയ് മല്യ എന്ന് കേട്ടില്ലേ? നമുക്ക് ആൾക്കാരുടെ പേര് നമ്മുടെ അടുത്ത് പറയാൻ പാടില്ലെങ്കിലും ചില എക്സാമ്പിൾസ് ഇന്ത്യയിലെ വിജയ് മല്യ എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? Yes, sir. ആ, കിങ് ഫിഷറിന്റെ മുതലാളിയായിരുന്നില്ലേ? അതെ. ആ, അപ്പം മുതലാളിയായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? സ്ഥാപനം അല്ലെങ്കിൽ കിങ് ഫിഷർ എയർലൈൻസ് പാപ്പരായി, അല്ലെങ്കിൽ അത് പൂട്ടി, അല്ലെങ്കിൽ അതിന് ബാധ്യതയുണ്ട്. ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് ലയബിലിറ്റി. ആൾക്കാർക്ക് കാശ് കൊടുക്കാനുണ്ട്, ബാങ്കിന് കടം കൊടുക്കാനുണ്ട്. വാങ്ങിച്ച കടം ബാങ്കിൽ നിന്ന് ദേ ഹാവ് ടേക്കൺ ലോൺ, ദേ ഹാവ് ടു റീപേ എന്നൊക്കെ പറയുമ്പോൾ വിജയമലയുടെ പേഴ്സണൽ വ്യക്തിപരമായ ഫിനാൻസസും വിജയമലയുടെ കിങ് ഫിഷർ എന്ന സ്ഥാപനത്തിലെ ഫിനാൻസും രണ്ടാണ്. ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല. The point I am making is Rishikesh Coco Solutions is an entity. Rishikesh is a different entity. Rishikesh Coco Solutionും രണ്ടാണ്. ഇതുപോലും മനസ്സിലാക്കണം നിങ്ങൾ. മുകേഷ് അംബാനിയും റിലയൻസും രണ്ടാണ്. രത്തൻ ടാറ്റയും ടാറ്റയുടെ മെയിൻ കമ്പനി എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പും രണ്ടാണ്. സാറേ, അത് ബിസിനസ് ഈസ് എ സെപ്പറേറ്റ് പാർട്ട് ഫ്രം ഹിസ് ബിസിനസ്മാൻ. അങ്ങനെ പറഞ്ഞു പറയും. അങ്ങനെ തന്നെ പറയാം. നീ പറഞ്ഞ പോലെ തന്നെ പറയും. ഞങ്ങൾക്ക് പഠിക്കണ്ടേ സാർ അത്? അപ്പൊ അതിന്റെ നീ പറഞ്ഞ വാക്ക് തന്നെ എടുക്കാം. അത് തന്നെ എടുക്കാണ് ഞാൻ. ബിസിനസ് ഈസ് എ സെപ്പറേറ്റ് പാർട്ട് ഫ്രം ഹിസ് ബിസിനസ്മാൻ. പാർട്ട് ഫ്രം ദ ബിസിനസ്മാൻ. നല്ല വാക്കാണ്. നല്ല ഇതാണ്, സിമ്പിളാണ്. അതായത് ഋഷികേഷ് ഈസ് ഡിഫറെന്റ് ഫ്രം ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻസ്. ഋഷികേഷിന് ഉണ്ടാകുന്ന പേഴ്സണൽ ബാധ്യതകൾ, അല്ലെങ്കിൽ പേഴ്സണൽ കാറ് വാങ്ങിച്ചു, ഋഷികേഷ് കാറ് വാങ്ങിച്ചു, സ്വന്തം പേരൊരു കാറ് വാങ്ങിച്ചു. ഋഷികേഷിന്റെ സ്ഥാപനം ലയബിലിറ്റി വന്ന് ബാങ്കിന് ലോൺ കൊടുക്കാണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും കാശ് കൊടുക്കാണ്ടെന്ന് പറയുമ്പോൾ ആ കാശുകാരന് വന്നിട്ട് ഋഷികേഷിന്റെ കാർ എടുത്ത് ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഋഷികേഷിന് കാർ ആ ലോൺ എടുക്കാൻ വേണ്ടി ബാധ്യതയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. രണ്ടാണ്. അതാണ് എൻറ്റിറ്റി. ഇതാണ് ഞാൻ എൻറ്റിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറയുന്നത്. അപ്പം 2 things I have told you now. One is, or between entities there may be കൊടുക്കൽ വാങ്ങൽ ട്രാൻസാക്ഷൻസ്. അപ്പോൾ രണ്ടുപേരും അവരവരുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഡോക്യുമെന്റ് ചെയ്യും. അത് രണ്ടും തമ്മിൽ പരസ്പര ബന്ധം വേണ്ട ആവശ്യമില്ല. ഒരേ ട്രാൻസാക്ഷൻ ആയിരുന്നെങ്കിൽ പോലും
ഇനി അത് വല്ല ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ വന്ന് വല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ള ഫിനാൻഷ്യൽ ആൾക്കാർ വല്ല ഫ്രോഡിന് വേണ്ടി സപ്പോസ് വല്ല അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോൾ അവർക്ക് ഇവിടെയൊക്കെ പരിശോധിക്കാം. അതൊക്കെ വേറെ കേസ്. ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റിക്ക് വേണ്ടി വന്നിട്ട് ഇത് രണ്ടും വന്ന് പരിശോധിക്കണമെങ്കിൽ അത് ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടുള്ള വല്ല അന്വേഷണമൊക്കെ നടക്കുമ്പോൾ രണ്ടും ഇവിടെ വന്നത് അവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ അന്വേഷണമാണ്. ദാറ്റ് ഈസ് ഡിഫറെന്റ് തിങ്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നോർമൽ അക്കൗണ്ടിങ്ങിൽ ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ് സിസ്റ്റവും ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ് സിസ്റ്റവും ഇതിന്റെ ഒക്കെ വെവ്വേറെയാണ്. ഫൈൻ ഫൈൻ എൻറ്റിറ്റി കൂടുതൽ ക്ലിയർ ആവുന്നുണ്ടോ? യെസ് ഫൈൻ. അപ്പൊ എങ്ങനെയാണ് ഇനി ഇത് പറഞ്ഞോളൂ. ഋഷികേഷ് ഡെപ്പോസിറ്റ്സ് 10,000 rupees in his bank account. പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞു? എനിബഡി? ഓപ്പൺ, ഫ്ലോർ ഓപ്പൺ. ആദ്യം ഞാൻ ഇവിടെ ഈ ബാങ്കിലേക്കല്ലേ പോണേ? അതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ജ്യോതിഷ്, ലെറ്റ് മീ ഗോ ടു ബാങ്ക്. Yes, sir. You are getting the case, no? Sir. I am telling. Yes, Sir, sir. you want to So let me put type date here. heading. First let me put date here. Fine. Okay, 2010. Then I am putting here again date here, date and DC here, then amount here. Okay, fine. പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞ 20 അല്ലേ? 20. ഫൈൻ. But Rishikesh says first of all date. എവിടെയാണ് എഴുതേണ്ടത് അത് പറഞ്ഞോളൂ. ഏത് എൻറ്റിറ്റിയിലെ, which entity I am going to write? Boy. Bank of India. Okay. അപ്പൊ നീ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആളായി. ശരി, അയ്യ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ. ഇത് 2010. ശരി, പറഞ്ഞോളൂ. ഡോക്യുമെന്റ് നമ്പർ ഒക്കെ കൊടുക്കാലോ, അവരുടെ എത്രയെന്ന് അറിയില്ലോ. DC ഡോക്യുമെന്റ് V1. ഓക്കെ ഫൈൻ. അത് അവരുടെ ആ ബാങ്കിന്റെ ആദ്യത്തെ ആണെങ്കിൽ അങ്ങനെ സ്വാഭാവികമായിട്ടും ബാങ്കിലൊന്നും ആദ്യത്തെ ആയിരിക്കില്ല. അപ്പൊ നമുക്കൊരു പ്രാക്ടിക്കൽ ആയിട്ട് പോകാം. ഒരു വി 1,20,000. അതൊന്നും വേണ്ട. വി ഒരു ഇതിൽ ഇതാവണല്ലോ, 500 വയ്ക്കാം. വെറുതെ നമ്പറാണ്. ഡോണ്ട് ഫർ. കാരണം അവർ കാലങ്ങളായിട്ട് കുറെ നാളൊക്കെ വേറെ കുറെ സാധനങ്ങളൊക്കെ ചെയ്തിരുന്നു. വി ആർ അസ്യൂമിങ്. ഓക്കെ, ഇനി പറഞ്ഞോളൂ എന്തൊക്കെയാണ് വേണ്ടത്. ക്യാഷ്, പിന്നെ ശരി, ക്യാഷ് പറഞ്ഞോളൂ. ഡെപ്പോസിറ്റ്. വെരി ഗുഡ്. ഡെപ്പോസിറ്റ് എന്നുള്ള വാക്ക് കേട്ടോ. ഡെപ്പോസിറ്റ് എന്നാണ് ഹെഡിന് പേരിട്ടേക്കണം. ശരി, ഡെപ്പോസിറ്റ്. പിന്നെ എമൗണ്ട് 10,000 തന്നെ. എമൗണ്ട് 10,000 തന്നെ. ഐ തിങ്ക് ഈസ് ഗെറ്റിംഗ്. ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ. അപ്പൊ എനിബഡി ക്യാൻ കം ഇൻ. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയട്ടെ. ഇപ്പോൾ ഇതിൽ മാറ്റം വേണമെന്നോ മാറ്റം വേണ്ടെന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആക്കണമെന്നോ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യണമെന്നോ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്ത് വേണം ആർക്ക് വേണം പറയാം. I am expecting somebody to say something. Okay, fine. ഇതിൻ്റെ ഒരു ലേഔട്ട് ഒന്ന് മാറുന്നേ ഉള്ളൂ. ബട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാനിത് ഇവിടെ എഴുതിക്കോട്ടെ. Okay. Yes, sir. We gave V500 cash deposit 10,000. Okay. Now anybody can come in. ഇതിനെ ഇപ്പൊ എഴുതിയതിനെ കുറിച്ച് if you have any comment you can say, or whatever else, anything else to be done വേണമെങ്കിൽ പറയണമെങ്കിൽ പറയാം. I expect you to say something, please. ശിവനന്ദ ഇല്ലേ അവിടെ? അദർ, വിഷ്ണു, മനു, അർച്ചന, എല്ലാവർക്കും പറയാം. സിബിൽ, ജ്യോതിഷ്, Ritesh, is it clear? Now I want to make a document like this. That is the first thing. Very good, very good. Rishikesh. So Rishikesh is saying this is an entity called Bank of India which has made the documentation. That is not enough.
Rishikesh also should do. അല്ലേ, കറക്റ്റ് അല്ലേ? Yes, sir. Wonderful, great. അപ്പൊ എന്താ ചെയ്യേണ്ട പറഞ്ഞു? So first put date. 2010. Then voucher 2. Wonderful. Then cash deposit. Is everybody okay with this? അല്ലെങ്കിൽ ഇത് ഓക്കെയാണ്, ഫൈൻ അല്ലേ? ഇതിൽ നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? പ്രശ്നമില്ല. ദിസ് ഈസ് കറക്റ്റ്. ഇതിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാക്കുകയല്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ? എന്തോ പ്രശ്നമുണ്ടല്ലോ നമുക്ക് തോന്നുന്നുണ്ടോ? എനിത്തിങ്? അല്ല സാറേ, നമ്മള് ഇപ്പോ ഹൃഷികേഷ് കൊക്കോ സൊല്യൂഷനിൽ അതില് ഫസ്റ്റത്തെ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ആദ്യം ഡെപ്പോസിറ്റ് അല്ല വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ടല്ല ക്യാഷ് വന്നു. അതാണ് ഒരു ചെറിയ ഡൗട്ട്. അതാണ്, അത് തന്നെയാണ്. That's what I said. See, that is what Jyotish also had. അതാ ഞാൻ പറഞ്ഞു. See, ഇനി ഇവിടെ നിങ്ങളുടെ ഇപ്പോഴുള്ള ഡൗട്ട്, ഐ തിങ്ക് നൗ ഞാൻ പല ആൾക്കാരുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ഐ തിങ്ക് എല്ലാവരും മനു, വിഷ്ണു, ശിവനന്ദ എല്ലാവരും ഇല്ലേ? അതാർവ് ഫൈൻ. എല്ലാവരും ഔട്ട് ഓഫ് പ്ലേസ് ആണെങ്കിൽ പറയണം. ഇപ്പൊ നിങ്ങൾക്ക് ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ ഗെറ്റിംഗ് എൻറ്റിറ്റി, ഡിഫറെന്റ് എൻറ്റിറ്റീസ്. അപ്പോൾ ഒരേ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ടു എൻറ്റിറ്റീസ് നടക്കുമ്പോൾ ഡോക്യുമെന്റേഷൻ ഉണ്ട്. എവരിബഡി ആർ ഇൻഡിപെൻഡന്റ്, ദേ ആർ മേക്കിംഗ് ദെയർ ഓൺ ഡോക്യുമെന്റേഷൻ. ഫൈൻ, എല്ലാം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഫൈൻ. അത് ക്ലിയർ ആയിട്ടുണ്ട്. മേ ബി കുറെ കാര്യങ്ങളൊക്കെ ഓൺലി ബൈ പ്രാക്ടിക്കലി ഡൂയിങ് നിങ്ങൾക്ക് കോമ്പീറ്റന്റ് ആവുള്ളൂ. ദാറ്റ് ഇസ് ഓക്കെ. ഇതൊരു കൺസെപ്ച്വൽ ക്ലാസ് ആണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്ലാസ് ആണിത്. നോട്ട് പ്രാക്ടിക്കൽ ലൈക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പോലത്തെ ക്ലാസ് അല്ലല്ലോ. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ എ ഫിനാൻഷ്യൽ സൊസൈറ്റി. സോ യു ആർ ഗെറ്റിംഗ് ദിസ് കൺസെപ്റ്റ്. ബട്ട് വൺ ഡൗട്ട് ഇസ് ദർ. എന്താണ് ഇത് ഈ ഓർഡർ ഇങ്ങനെ ഡെപ്പോസിറ്റ്? ദാറ്റ് ഇസ് വൈ വെൻ I wrote cash here, Jyotish made a small prompting, deposit. I heard that voice because he expected deposit to be written first, maybe something. So he wanted deposit to be written in this place, maybe when I wrote cash. So that's why he said, hey, where is deposit? Not deposit. And then he told me that means if Anandu has told the problem is എവിടെ എന്ത് എഴുതണം? നമുക്ക് രണ്ട് ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ട്. ഞാൻ ആ പടത്തിലേക്ക് ഇനി പോകുന്നില്ല, കാരണം എനിക്ക് ഷെയർ ചെയ്യുമ്പോൾ ഐ ഷുഡ് അഗൈൻ ടേക്ക് ദാറ്റ്. എവരിബഡി ഗെറ്റ് ദാറ്റ് പിക്ചർ ഇൻ യുവർ മൈൻഡ്. ഇന്നലത്തെ ആ പിക്ചർ നിങ്ങളുടെ മൈൻഡിലേക്ക് ഉണ്ടാവണം. എന്താണ് ആ പിക്ചർ? വാട്ട് ഇസ് എ പിക്ചർ? എന്ത് പിക്ചറാണ് ഞാൻ പറയുന്നത്? ഇന്നലത്തെ ചിത്രം. ബോക്സസ് ആൻഡ് റൂം. ബോക്സസ്. ആ ബോക്സസ് നിന്ന് ഒരു ബോക്സിൽ നിന്ന് ആരോ പുറത്തേക്ക് പോകുന്നു, വേറൊരു ബോക്സിൽ വേറെ അകത്തേക്ക് വരുന്നു. ഈ പിക്ചറാണ്. ഈ പിക്ചറിനെ ഞാൻ ദിസ് ഈസ് എ പിക്ചർ ഐ എം ഡോക്യുമെന്റിങ്. അതിൽ ഞാൻ രണ്ട് കാര്യം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഡേറ്റും ഡോക്യുമെന്റ് നമ്പറും. ഓൺലി ദീസ് ടു തിങ്സ് ഐ ആഡഡ്. ബാക്കിയെല്ലാം ആ പിക്ചറാണ്. ഇത് മൂന്നും ആ പിക്ചറാണ്. എമൗണ്ട് ആണ് ആ ആരോയിൽ എന്ത് വാല്യൂ എന്ന് കാണിക്കുന്നത്, ഒരേ വാല്യൂ. ഇനി നമ്മുടെ പ്രശ്നം ഏത് ബോക്സ് ആണ് പുറത്ത്. രണ്ട് HOA എഴുതിയോണ്ട് കാര്യമില്ല. ഏത് ബോക്സിലാണ് പുറത്തേക്ക് ആരോ, ഏത് ബോക്സിലാണ് ഉള്ളിലേക്ക് ആരോ. Are you getting the point I am making? ഇവിടെ ഇപ്പോഴും ഒരു കാര്യം ക്ലിയർ അല്ല. In this documentation, one thing is still not clear. That fact is, which is the head of account where the arrow is going out, which is the head of account box where the arrow is coming in. അത് ക്ലിയർ ആയിട്ടില്ല, അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. Am I right? Friends, am I right? Yes, sir. That is lacking in this documentation. അതിന് ഇവിടെ വേറൊരു വാക്കും കൂടെ എഴുതണം. എന്താ എഴുതണ്ട? അനന്തു പറഞ്ഞോ. അനന്തുവിനറിയാം, അനന്തുവിനും സിബിലിനൊക്കെ അറിയാം. ഞാൻ എഴുതിക്കോളാം, കാരണം നിങ്ങൾ ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് ശീലിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഓർക്കാത്തായിരിക്കും. ഞാനവിടെ ഉപയോഗിക്കുകയാണ്. ഡെബിറ്റ്, ക്രെഡിറ്റ്. അപ്പൊ ഞാനിവിടെ കുട്ടന്മാരെ ഞാൻ എഴുതാൻ പോണത് ഡെബിറ്റ് ഹെഡ് ഓഫ് അക്കൗണ്ട് എന്നും. നിങ്ങൾ ഇതാക്കണ്ട കേട്ടോ, ഡോണ്ട് ബി കൺസേൺ. നിങ്ങളുടെ ചിലപ്പോൾ ഒരുപക്ഷെ ഇൻ യുവർ ക്ലാസ്സസ് നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല അത് എഴുതുന്നുണ്ടാവുക. ഐ മീൻ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലല്ല എഴുതുന്നുണ്ടാവുക. ദിസ് ഇസ് ഫോർ സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിന്റെ പേര് ഞാനൊന്ന് മാറ്റുകയാണ്.
പേര് ഞാൻ മാറ്റിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഡേറ്റ് ഇന്ന ഡോക്യുമെന്റ് പ്രകാരം ഇന്ന ഡെബിറ്റ് പുറത്തേക്ക് പോയ ഹെഡ് ഓഫ് അക്കൗണ്ട് ഏതാണെന്നുള്ള പേരാണ് ഇവിടെ എഴുതാൻ പോണത്. അകത്തേക്ക് അകത്തേക്ക് വന്ന ഹെഡ് ഓഫ് അക്കൗണ്ട് ഏതാണെന്നുള്ളതാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അത് ഞാൻ തീരുമാനിക്കണം. അങ്ങനെ എഴുതണമല്ലോ. ഷുഡിന്റ് ഐ റൈറ്റ് ദാറ്റ്, ജ്യോതിഷ്? Yes, so it will be easy to find from which. Yes, not only easy here. Without I should definitely do that. No, that arrow should be documented. Otherwise, how it will be clear? Yes. Correct? No. And because Yes, this is not a picture, I am simply giving the name debit head of account, and I am using two words here. അതാണെന്ന് ക്ലിയർ ആവണ്ടേ. I didn't use the word outer arrow. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു, outer arrow head of account, inner arrow head of account. But ഇതല്ല അക്കൗണ്ടിങ് ആൾക്കാർ ഉപയോഗിക്കുന്ന വാക്ക്. This is not the word they use. This is not a standard word. This is English. Outer arrow head of account. അത് പിക്ചർ ഞാൻ നിങ്ങൾക്ക് വരച്ചു തന്നേ ഉള്ളൂ. I just drew that picture, that's all. So we should not use this. So outer arrow എന്നുള്ള വാക്കിനാണ് I am using the word debit. Inner arrow ഞാൻ ഉപയോഗിക്കുന്ന വാക്കാണ് credit. Fine? Yes, sir. Yes, So sir. outer arrow ഡെബിറ്റ് ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിന് താഴെ വരുന്ന ഒരു പേര് കണ്ടാൽ ദാറ്റ് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് പുറത്തേക്ക് ആരോ പോയിരിക്കുന്നത്. ക്രെഡിറ്റ് കണ്ടാൽ ആ ആരോയിലാണ് ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. ക്ലിയർ? ആൻഡ് സോ നൗ ദ അനദർ വേർഡ് ഇസ് കമ്മിങ്. നമ്മുടെ ടെക്നിക്കൽ വേർഡ്, അതിന്റെ പേരെന്താണ്? ഡെബിറ്റ്, ക്രെഡിറ്റ്, രണ്ട് വാക്ക്. Many of you must have heard this word. Everybody, Manu, Vishnu, Shivananda, കേട്ടില്ലേ? Yes, sir. അനദർ വാക്ക് വന്ന വാക്കുകൾ എന്തൊക്കെയാണ് ഇതുവരെ പഠിച്ചേക്കണത്? ഹെഡ് ഓഫ് അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്, വൗച്ചർ, അല്ലേ, ട്രാൻസാക്ഷൻ, ഇന്നത്തെ വാക്കുകളൊക്കെ വന്നു. ഫൈൻ. ഈ വാക്കുകൾ കഴിഞ്ഞു. ഇനിയും വേറെ പ്രത്യേകിച്ച് വലിയ വാക്കുകൾ, ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റിൽ ക്ലിയർ ആവും. ഫൈൻ. ഡെബിറ്റ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ നമ്മൾ മാറ്റാൻ പോവാ. കൺട്രോൾ സി. എന്താണ് ഇവിടെയും അതേ വാക്കുകൾ. എല്ലാവരും അക്കൗണ്ടിങ് സിസ്റ്റം ഒന്ന് തന്നെയാണ്. ഇവിടെ ഇവിടെ okay. Appo now the documentation is almost conveying that on this particular date, as per this proof of transaction, documentary proof of transaction, this head of account has been debited, arrow out, and this head of account has been credited. The amount is 10,000. Fine. Yes, sir. Yes, sir. ഇപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കണം. എവിടെയൊക്കെ ഇട്ടിരിക്കുന്നു ഹെഡ് ഓഫ് അക്കൗണ്ടിന്റെ പേര്, എവിടെയൊക്കെ ഇട്ടിരിക്കുന്നു? നിങ്ങളൊക്കെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ? Sir, അപ്പൊ ഫസ്റ്റ് ക്യാഷ് അല്ലേ വരിക? ഇനി ഓരോ ചോദ്യങ്ങൾ തുടങ്ങും. നമ്മുടെ അർച്ചനയും നിസീബിയും ആനന്ദും ഒക്കെ. എന്റെ പൊന്നോ, എന്താണ്? അല്ല, അപ്പൊ ഫസ്റ്റ് ഡെബിറ്റ് കോളത്തിൽ ക്യാഷ് എന്നും ക്രെഡിറ്റ് കോളത്തിൽ ഡെപ്പോസിറ്റ്. ഏതിനെ കുറിച്ചാ പറയണേ? നമ്പർ പറഞ്ഞു. എൻറ്റിറ്റി പറയാ, നമ്പർ പറയാ. ഇനി മുതൽ സംസാരിക്കുമ്പോൾ എൻറ്റിറ്റി പറയണം, നമ്പർ പറയണം. ഋഷികേഷ് ആ സംഭവത്തിൽ ഉള്ള രണ്ടാമത്തെ വൗച്ചർ നമ്പർ 2. ഋഷികേഷ് എന്ന് പറയുന്ന എൻറ്റിറ്റിയിലെ വൗച്ചർ നമ്പർ 2 ഫസ്റ്റ് ക്യാഷ് എന്താ പോയി. അപ്പോ ഡെബിറ്റ് ക്യാഷ് അതിൽ വരും. നമ്മുടെ അർച്ചന പറയുന്നത് ക്യാഷ് പോവുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ക്യാഷ് കയ്യിൽ നിന്ന് ഉള്ള ക്യാഷ് കൊണ്ടേ ഇടല്ലേ ചെയ്തല്ലേ? ഋഷികേഷിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. അതുകൊണ്ട് ഡെബിറ്റ് കോളത്തിൽ ക്യാഷും ക്രെഡിറ്റ് കോളത്തിൽ ഡെപ്പോസിറ്റും. എനിക്ക് വോട്ട് വേണ്ടവർക്ക് എനിക്ക് വോട്ട് രേഖപ്പെടുത്താം. അർച്ചനയ്ക്ക് വോട്ട് ചെയ്യേണ്ടവർക്ക് അർച്ചനയ്ക്ക് വോട്ട് രേഖപ്പെടുത്താം. സാർ, അർച്ചന പറഞ്ഞതില് ഞാൻ യോജിക്കുന്നു. ആരാ യോജിക്കണം അർച്ചനോട്? നിങ്ങൾ ഒന്നിച്ച് ഒരേ സ്ഥലത്ത് പഠിക്കുന്നതുകൊണ്ട്, നിങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നല്ലേ?
അല്ല സാറേ കറക്റ്റ് ആണ്. ആണല്ലേ? അർച്ചനയ്ക്ക് +1 +2 കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. Saying that cash goes out and deposit comes in. ആ അപ്പോ So, നീ അർച്ചനയുടെ കൂടെയാണ്. Yes. Sir, ഫസ്റ്റത്തെ എനിക്ക് തോന്നുന്നത് ഡെബിറ്റ് ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് ക്യാഷ്. ആരത്? ശിവനന്ദ. ശിവനന്ദന്റെ കൂടെയാണ്. ശിവനന്ദന്റെ കൂടെയാണ്. നമ്മുടെ വിഷ്ണു മനുവൊക്കെ ഇങ്ങനെ പതുക്കെ പറയുള്ളൂ, ചിന്തിച്ച് ആലോചിച്ച്. ആരാ ഇപ്പൊ സാറ് പറഞ്ഞേ? വിഷ്ണു. പറ. അർച്ചനയുടെ കൂടെയാണ്. ശരി. നസീബ ഉറപ്പായിട്ട് അർച്ചനയുടെ കൂടെ ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാ ലോഗിൻ ചെയ്തത്. നിങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ചാൽ ലോഗിൻ ചെയ്യണതും ലോഗ് ഔട്ട് ചെയ്യണതും. പിന്നെ നിങ്ങൾ ഒന്നിച്ചല്ലേ വോട്ട് ചെയ്യുള്ളൂ. ശരി. ഞാനേ ഇപ്പൊ ഒരു കാര്യം എനിക്ക് ഇത്ര ചോദിക്കാനുള്ളൂ. ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിന്റെ അർത്ഥം ഈ സാധനം ഒന്ന് എടുത്തേ. ഫസ്റ്റ് ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻസ് മുടകരയിൽ ഇവിടെ സംഭവിച്ചെന്താ, മുടകര ഫാമിലിയിൽ നിന്ന് ഋഷികേഷ് കൊക്കോ സൊല്യൂഷൻസ് ലോൺ വാങ്ങിച്ചില്ലേ? ലോൺ കിട്ടിയില്ലേ? they have got loan, no? Yes. Krishnadas Coco Solutionsന് they got loan from Mudagara family, right? കുടുംബം, right? Yes sir. അപ്പോൾ ഇത് ശരിയല്ലേ? ഇത് ശരിയല്ലേ? Yes sir. Yes sir. അതെല്ലാവരും എൻ്റെ ഇവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസവും ഇല്ല. ലോൺ മുടകരയിൽ നിന്ന് 10,000 rupees കിട്ടിയതുകൊണ്ട് ലോൺ മുടകരയിൽ 10,000 rupees ലോൺ കിട്ടിയത് കൊണ്ട് ഇത് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇവിടെ സംശയം, അതും ക്യാഷ് ആയിട്ട് കിട്ടിയല്ലേ ചെയ്തേ? അപ്പൊ അതും ക്യാഷ് കിട്ടുകയല്ലേ ചെയ്തേ? ദാറ്റ് ഓൾസോ ക്യാഷ് കിട്ടി, ദാറ്റ് ഓൾസോ യു റിസീവ്ഡ് ക്യാഷ്. അപ്പൊ രണ്ട് സ്ഥലത്തും ക്രെഡിറ്റ് എഴുതണോ? ലോൺ മുടകരയിലും ക്രെഡിറ്റ് എഴുതണം, ക്യാഷിലും ക്രെഡിറ്റ് എഴുതണോ? ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? Is my question clear? I think my question is clear. അതേപോലെ മുടകര കുടുംബം ഋഷികേഷിന് ലോൺ കൊടുത്തു. അപ്പോൾ ലോൺ കൊടുത്തു എന്ന് അവർ ഇവിടെ എഴുതി, ലോൺ ഋഷികേഷ്. ഇത് നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആണല്ലോ. ഈ ലോൺ മുടകര എന്ന് പറയുന്ന ഹെഡ് ഓഫ് അക്കൗണ്ടും ലോൺ ഋഷികേഷ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹെഡ് ഓഫ് അക്കൗണ്ട് ആണ്. അത് ക്ലിയർ അല്ലോ, ബിക്കോസ് രണ്ട് എൻറ്റിറ്റിയാണ് അത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവരും കറക്റ്റായിട്ടല്ലേ എഴുതിയേക്കണം, കൊടുത്തു ക്യാഷ്. അപ്പോഴും പക്ഷേ പുറത്ത് ക്യാഷും പോവല്ലേ ചെയ്തേക്കണേ. അപ്പോൾ ഇവിടെയും ഡെബിറ്റ്, ക്യാഷും ഡെബിറ്റ് ആവണോ? No sir, it's correct. It's correct. ആരാ ഇപ്പൊ പറഞ്ഞ കറക്റ്റ്? ശിവനന്ദ. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാനൊരു കാര്യം പറയാം. സതീഷിന്റെ അടുത്ത് സൂചിപ്പിക്കുന്നു, നമ്മുടെ ഈ കോഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു ഫോക്കസ് ഏരിയ. നമുക്ക് എന്ത് സംസാരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഇനി ഇന്നുണ്ട്, ഇന്നിപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ടാവും. Then we have 3 hours next week and maybe 2 or 3 hours അതിൻ്റെ അടുത്ത വീക്ക്. അതോടുകൂടി ഈ കോഴ്സ് തീരും. ഇവിടെ കൊണ്ട് ഇത് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സാധനങ്ങളൊന്നും അവസാനിക്കില്ല. ദിസ് ഈസ് ഒരു ഫൗണ്ടേഷൻ, നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനേക്കാളും കൂടുതൽ നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനിയും ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാം. താല്പര്യമുള്ളവർ മനസ്സിലാക്കി പോകും. നസീബ, സിബിൽ, അനന്തു, ആദിത്യൻ ആൻഡ് നമ്മുടെ അർച്ചന, they will definitely go more into details, more than what you know and I know. അതിനേക്കാളും കൂടുതൽ പഠിച്ച് പോകും, ഷുവർ. നമ്മുടെ ലക്ഷ്യം പക്ഷേ ചില പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാനാണ്. വൺ വാസ് എന്താണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മണി ഒക്കെ ഉണ്ട്. ദെൻ വാസ് ചില വാക്കുകൾ, ട്രാൻസാക്ഷൻ ഉണ്ട്, എൻറ്റിറ്റി എന്നുള്ള സാധനം ഉണ്ട്. രണ്ടാണ്. ബിസിനസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ ബിസിനസ് മാൻ. ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ഉണ്ട്. ഇവർക്ക് തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എവരിബഡി ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് അവരുടെ അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. ദാറ്റ് മീൻസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. മണി അപ്പം ഇന്ന് മണി വെച്ച് മെഷർ ചെയ്യാൻ പറ്റാത്ത സാധനം നാളെ മെഷർ ചെയ്യപ്പെടാം. അതിനുള്ള സിസ്റ്റംസ് ഒക്കെ ലോകത്ത് പതുക്കെ വരാം, ഇവോൾവ് ചെയ്യാം. അപ്പോൾ ഫൈനാൻസ് അക്കൗണ്ടിങ് സിസ്റ്റംസ് വിൽ ചേഞ്ച് ഗ്രാജുവലി അക്രോസ് ദ വേൾഡ്. ദെൻ പിന്നെന്തായിരുന്നു, ഡുവാലിറ്റി കൺസെപ്റ്റ്. മണി ക്രിയേറ്റഡ് അത് എല്ലാപ്പോഴും ബാലൻസ് ചെയ്തിട്ടാണ് നിൽക്കുക. അതിന് വെറുതെ തോന്നിയ പോലെ വരികയല്ല ചെയ്യുക. ഇങ്ങനെ കുറെ കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉള്ളിൽ തറക്കിയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ഈ ട്രാൻസാക്ഷൻ്റെ എവിടെ ഡെബിറ്റ് എവിടെ ക്രെഡിറ്റ് എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. ബട്ട് ഒരു കാര്യം അതുകൊണ്ട് ഞാൻ
എടുത്തിട്ടുമായിട്ട് ഒരു കാര്യം പറയാൻ പോവാണ്. സോ ദാറ്റ് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാടൻ സാർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞു അർച്ചന. സാറ് ഈ ക്യാഷ് ഇപ്പുറത്തല്ല വരിക. ഞാൻ പറഞ്ഞതിൽ ഒരു ചേഞ്ച് ഉണ്ട് എനിക്ക്. ആട്ടാ മോളെ, പ്രധാനപ്പെട്ട ആളെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഇപ്പൊ വിഷ്ണു ആരായി? നമ്മുടെ ആരൊക്കെയാണ് വിഷ്ണുവിന് അർച്ചനയുടെ കൂടെ നിന്ന്? വിഷ്ണു, നസീബ, ഋഷികേഷ്, അറിയില്ല എനിക്ക് അറിയില്ല. ഇവരൊക്കെ പൊളിഞ്ഞു. നമ്മുടെ പ്രധാനപ്പെട്ട ആൾ ഇങ്ങോട്ട് വന്നു, കൂറു മാറി. അല്ല സാർ, ഞാൻ ഇപ്പോഴാണ് നോക്കിയപ്പോ. ഇപ്പൊ അർച്ചന ബുക്ക് നോക്കി അർച്ചനയുടെ അല്ലേ? അല്ല സാർ, ഞാൻ മോളത്തെ ട്രാൻസാക്ഷന്റെ കാര്യം സാറ് പറഞ്ഞപ്പോ അത് നോക്കി. മോളത്തെ ട്രാൻസാക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ ഇത് ശരിയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ലോൺ വന്നു, ഇവിടെ ലോൺ കൊടുത്തു, അങ്ങനെയാണ് ഇത് ശരിയാണ്. അപ്പൊ പിന്നെ ഇവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം. ബാങ്ക് കൊണ്ടേ കാശ് കൊണ്ടിട്ടപ്പോ കാശ് പുറത്തല്ലേ പോയത്. അപ്പൊ ഞാനൊരു ജനാധിപത്യത്തിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു ബൈഹാർട്ടിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തറച്ചു കയറേണ്ട ഒരു നിയമം വെറുതെ പറയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കും, ഇവോൾവ് ഒക്കെ ചെയ്യും. ഞാൻ എൻ്റെതായ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് റെലവെന്റ്. ഇവിടെ നമ്മൾ അക്കൗണ്ടിങ് സാരത്തിന്റെ അല്ല, നമുക്ക് കൂടുതൽ വലിയ കാര്യങ്ങളാണ് അറിയുന്നത്. ഏതായാലും ഞാൻ പറയുന്നു, ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്. ഇപ്പൊ അർച്ചനയും എൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു. ഇതാണ് ശരി. ഇതിന്റെ ലോജിക്ക് ഞാൻ പറയാം. ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ലോജിക്ക് പറയുന്നില്ല. ഞാൻ പറയുന്നത് ഈ 2 ഹെഡ് ഓഫ് അക്കൗണ്ട് മാത്രം നിങ്ങളൊന്ന് ക്രൂഷ്യലായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ക്യാഷ് എന്ന് പറയുന്ന സാധനം, അത് ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള ക്യാഷ്. പിന്നെ ഒരു ഇത് ക്യാഷ് അറ്റ് ബാങ്ക്, അതായത് ബാങ്കിലുള്ള കാശ്. എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും അക്കൗണ്ടിങ് നടത്തുന്ന എല്ലാവർക്കും ഈ 2 സാധനങ്ങൾ ഐ എം ഗോയിങ് ഇൻ മലയാളം. Every accounting system, whether it be a person, whether it be Jyotish, whether it be Ridish, or whether it be organizations like Rishikesh Coco Solution, or let it be Reliance, or let it be Bank of India, or let it be anywhere, 2 heads of account will be are the most critical heads of account. Most critical nu njan parayunnilla. I am saying one is called cash in hand. That means the real cash which you hold in your locker, your petty cash in the box, in your box, or in your purse. That's cash in hand. We call it cash in hand. Then the other one is cash at bank. ബാങ്കിലുള്ള നമുക്ക് ഇപ്പൊ നിങ്ങൾക്കൊക്കെ SB അക്കൗണ്ടോ ഒക്കെ ഉണ്ടാവില്ലേ, ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയുള്ള അക്കൗണ്ട്. ഈ 2 ഹെഡ് ഉണ്ട്. ഈ 2 ഹെഡിനുള്ള ഒരു പ്രത്യേകത. അങ്ങനെ ഞാൻ പറഞ്ഞ തൽക്കാലം ഇതിലേക്ക് വരാം. അല്ലെങ്കിൽ നമ്മൾ ഇതിനുള്ളിൽ എന്തെങ്കിലും ചുറ്റും, അതുകൊണ്ടാണ് ചുറ്റാം, കുഴപ്പമില്ല. ഇഫ് ടൈം പെർമിറ്റ്സ് നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒക്കെ നമുക്ക് ചുറ്റാം. ഈ 2 ഹെഡിന് ഒരു നമ്മുടെ യുക്തിനെ നിങ്ങളൊന്ന് തിരിച്ചിടണം. Whatever you said as per logic is fine. നിങ്ങളുടെ കോമൺ സെൻസ് യുക്തി പ്രകാരം whatever you said is correct. എന്താണ്? Cash has gone out. Rishikesh has given cash out. അപ്പൊ ക്യാഷ് അല്ലേ ഡെബിറ്റ് വരേണ്ടത്? പെർഫെക്റ്റ്. നിങ്ങൾ പറഞ്ഞ പക്ഷെ ഈ 2 ഹെഡ് ഓഫ് അക്കൗണ്ട് ഒന്ന് തിരിച്ചിടണം. അതിന് എനിക്ക് എൻ്റെ ലോജിക് ഉണ്ട്, ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അക്കൗണ്ടിങ്. അപ്പം ഞാനതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചിലപ്പോൾ ഈ കുതിരോട്ടം പപ്പു നിങ്ങൾ എന്നോട് ചോദിക്കും നിങ്ങൾ ആരാണെന്ന്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം നിങ്ങൾ ആരാണെന്ന്. അപ്പം നിങ്ങൾ ആരാണെന്ന് ഞാൻ ആരാണെന്നും പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു പറഞ്ഞ പോലെ ചിലപ്പോൾ ഇന്ന് അത് കിടന്ന് കുഴയും. സോ ഞാൻ അതിന് മുതലാതെ just I am telling you for you to remember in the coming days, which we can discuss if you want later. I have slides for that. Cash in hand and cash at bank, ഒരു റിവേഴ്സ് ലോജിക് നിങ്ങൾ you should apply a reverse logic. കുറച്ച് ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ അത് മനസ്സിലാവും. That means whenever you see debit side in a debit column, debit head of account column, if you see the cash box, എന്താ മനസ്സിലാക്കേണ്ടത് നസീബ? Whenever you see in the debit side cash, എന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ ക്യാഷ് എന്താ കൂടി, നമ്മുടെ കയ്യിൽ ക്യാഷ് വന്നു, ക്യാഷ് ഹാസ് കം. സോ ഇത് നമ്മൾ പറഞ്ഞ യുക്തിയിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസമാണ്. ക്യാഷ്, ഇഫ് യു സീ ക്യാഷ് ഇൻ ദ ഡെബിറ്റ് കോളം, യു ഷുഡ് മനസ്സിലാക്കേണ്ടത് ക്യാഷ് ഹാസ് കം ഇൻ. ഇഫ് യു സീ ക്യാഷ് ഇൻ ദ ക്രെഡിറ്റ് കോളം, ക്യാഷ് ഹാസ് ഗോൺ ഔട്ട്. ഡെബിറ്റിൽ ഇൻ ആണെങ്കിൽ ക്യാഷ് ഹാസ് ഗോൺ ഔട്ട്. Similarly, bank deposit. This is bank. This is bank deposit. If you see deposit on the debit side,
then understand that Rishikesh has increased his bank deposit. Cash in credit column means cash has decreased. So in the bank concept also, so Rishikesh father accounting correct aanu. Cash has gone out by giving loan to Rishikesh. So here also bank also says cash has come in and deposit. Fine. Sir, തൽക്കാലം പറയട്ടെ, എന്താ പറഞ്ഞോളൂ. സർ നേരെ തിരിച്ചു ചെയ്ത് എന്താ കുഴപ്പമുണ്ടാവുക? പ്രശ്നമില്ല. അപ്പൊ നീ ഇവിടെയും തിരിച്ചിടണം. ഇവിടെ എല്ലായിടത്തും തിരിച്ചിടുമ്പം ലോൺ മുടകര ഡെബിറ്റ് ക്രെഡിറ്റ് ക്യാഷ് എന്ന് പറയുമ്പം ലോൺ നിനക്ക് കിട്ടിയ ലോൺ നീ കൊടുത്ത ലോൺ പോലെ നീ ഇന്റർപ്രറ്റ് ചെയ്യും. അക്കൗണ്ടിങ്ങിന്റെ സാധനം തെറ്റിപ്പോവും. ഇനിയിപ്പോ ഇതിന് എന്തുകൊണ്ടാണ് എനിക്ക് യുക്തി ഉണ്ട്, ഞാൻ ഉണ്ടാക്കാന്നല്ല, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണ പല യുക്തികളുണ്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ അർച്ചന? ഇവർ ഇങ്ങനത്തെ നിയമങ്ങൾ ചില വാക്കുകൾ പഠിക്കും. ഞാൻ അത് പറയുന്നില്ല ഇവിടെ, കാരണം നമ്മൾ അതിൽ കിടന്ന് ചുറ്റും. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഫോർ റിയൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം അവർ പഠിക്കുന്നുണ്ട്. അതായത് റിയൽ അക്കൗണ്ട്സ്, ഈ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്ക് ഒക്കെ റിയൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് റിയൽ, അതായത് മറ്റേതൊക്കെ ബുക്കിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിലിൽ പോകണമെങ്കിൽ, ലോൺ മുടകര എന്ന് പറയുന്ന സാധനം ഒരു ബുക്കിലുള്ള ഒരു അക്കൗണ്ടാണ്. ബുക്ക് നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ ലെഡ്ജർ എന്ന് പറയും, ലെഡ്ജറിൽ വെക്കുന്ന ഒരു രേഖയാണ് ഇത്. പക്ഷെ നിങ്ങളുടെ റിയൽ അക്കൗണ്ടാണ്. ഇതേപോലെ ബാങ്കിലുള്ളത് നിങ്ങൾ റിയൽ ഇതാണ്. പക്ഷെ നിങ്ങൾ ലോൺ ഋഷികേഷിന് കൊടുത്തു എന്ന് പറയുന്നത് ഒരു ബുക്കിൽ വെക്കുന്ന ലെഡ്ജർ, നോമിനൽ ലെഡ്ജറിൽ വെക്കുന്ന ഒരു ലെഡ്ജറിൽ എഴുതി വെക്കുന്നതാണ് ബുക്ക്. ഇറ്റ് ഇസ് ഓൺലി ഇൻ ദ ലെഡ്ജർ. പക്ഷെ ഇത് നിങ്ങളുടെ റിയൽ ക്യാഷ്, റിയൽ അക്കൗണ്ട് ആയിട്ട് ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ റിയൽ അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നുള്ള സാധനമുണ്ട്. ഫൈൻ. ഞാൻ ഇത്രയും പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോട്ടെ. ഇരിക്കുന്നില്ല അപ്പല്ലോ നമുക്ക് ഇത് വേണമെങ്കിൽ വേറൊരു ഡിസ്കഷൻ നടത്തി നമുക്ക് മുമ്പോട്ട് പോവാം. ഇതെന്താ ഞാൻ പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ മുമ്പോട്ടുണ്ട്. അപ്പൊ ഈ ട്രാൻസാക്ഷൻസ് ഇതിന്റെ ഒരു ലോജിക്ക് ചിലപ്പോൾ ഈ യുക്തി വെച്ച് നമുക്ക് വേണമെങ്കിൽ ഈ കോഴ്സിനെ വേണമെങ്കിൽ ഇതാക്കാൻ പറ്റും. കാരണം ഇതൊരു അക്കൗണ്ടിങ്ങിന്റെ ഒരു ചെറിയ പ്രിൻസിപ്പിൾ വരുന്ന ഒരു ചെറിയൊരു സാധനം മാത്രമേ ഉള്ളൂ. ഫൈൻ. ആർ യു ഓക്കെ? ഓക്കെ, ഫൈൻ. താങ്ക് യു. അപ്പം ഞാൻ താങ്ക് യു ഒക്കെ പറയണത് ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഡിസ്കസ് ചെയ്യണ്ട. ഞാൻ ഇന്ന് കുറെ ആലോചിച്ചു, ഇത് നമ്മൾ ക്ലാരിഫൈ ചെയ്യണ്ടയോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്ന ഇത് നമ്മുടെ പർപ്പസ് വെച്ച് നോക്കുമ്പോൾ ഇത് വി ക്യാൻ കം ബാക്ക് ഇഫ് ടൈം പെർമിറ്റ്സ് ലേറ്റർ. ഞാൻ ഒഴിഞ്ഞു മാറുകയല്ല, നമുക്ക് പോവാം, നമുക്ക് ചെയ്യാം. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടെ ഡ്രൈവ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് സി നിങ്ങളൊരു ചെക്ക് കൊടുക്കുന്നു ബാങ്കിൽ, സപ്പോസ്. അല്ല, ചെക്കല്ല. ഇപ്പൊ ഇത് തന്നെ എടുക്കൂ. അല്ലെങ്കിൽ ഇത് തന്നെ എടുക്കൂ. ഞാൻ ചെക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഒരു സാധനം നോക്കൂ. ഇതിപ്പോ ഈ ഋഷികേഷിന് അച്ഛൻ ലോൺ കൊടുത്തു. ഞാൻ പറഞ്ഞില്ല ലോൺ വേണമെങ്കിൽ പ്രൂഫ് അവർ വെക്കണം എന്നൊക്കെ പറഞ്ഞു. ശരി, ഇവിടെ നോക്കൂ. ഋഷികേഷ് ഹാസ് ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ദ ബാങ്ക്. ഇതിന്റെ പേര് ഡെപ്പോസിറ്റ് ഋഷികേഷ് എന്നായിരിക്കണം. കാരണം ബാങ്കിൽ പല ആൾക്കാരുടെയും ഡെപ്പോസിറ്റ് ഉണ്ട്. ബാങ്കിൽ പല ആൾക്കാരുടെയും ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ. അതിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ പേര് ഋഷികേഷ് ഡെപ്പോസിറ്റ് എന്നായിരിക്കും. ഋഷികേഷിന് പല ബാങ്കിലും ഡെപ്പോസിറ്റ് ഉണ്ടാവാം. ഋഷികേഷ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഇതിന്റെ പേരിടുന്നത്, ഡെപ്പോസിറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് ഈ ഡെപ്പോസിറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഋഷികേഷ് വെച്ചിരിക്കുന്ന ഇതും ബാങ്ക് ഓഫ് ഇന്ത്യ വെച്ചിരിക്കുന്ന ഡെപ്പോസിറ്റ് ഋഷികേഷ് എന്ന് പറയുന്ന ഇതും ഒന്ന് തന്നെയാണ്. സത്യത്തിൽ ഒന്ന് തന്നെയാണ്. ശരിയല്ലേ? Am I right? Yes, sir. This is ഋഷികേഷ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ നാളെ ഋഷികേഷ് ഷുഡ് ബി ഏബിൾ ടു ടേക്ക് ദ 10,000 rupees ഫ്രം ദ ബാങ്ക്. ഋഷികേഷ് എനിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഇത് ഈസ് ആക്ച്വലി ദിസ്. ഇതിൽ 10,000 രൂപ കാണണം. അപ്പൊ ഋഷികേഷിന് 10,000 രൂപ ബാങ്കിൽ ഉണ്ട് എന്നുള്ള ഡാറ്റയും ഋഷികേഷ് വെച്ചിരിക്കുന്ന ഡാറ്റയും എ പേഴ്സൺ കോൾഡ് ഋഷികേഷ് ഹാസ് എ ഡെപ്പോസിറ്റ് ഓഫ് 10,000 rupees എന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ ദാറ്റ് ഡാറ്റ വിത്ത് ബാങ്ക് ഓഫ് ഇന്ത്യയും ഈക്വൽ ആവേണ്ടി വരും. അതിന് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്കിംഗ് വേണം. എഗെയിൻ ഞാൻ പറഞ്ഞു, ഇവിടെ പോയിട്ട് ഋഷികേഷിന് ഇടപെടാൻ പറ്റില്ല. ദിസ് ഈസ് ദ അക്കൗണ്ടിംഗ് സിസ്റ്റം ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദേ ആർ എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ദിസ് ഈസ് ദ അക്കൗണ്ടിംഗ് സിസ്റ്റം ഓഫ് ഋഷികേഷ്. Bank of India will not
come and do anything here. So wherever this same account is being ഇവരും അവരും തമ്മിലുള്ള ഒരു സാധനം വരുമ്പോൾ അവിടെ ഒരു പ്രോസസ്സ് പീരിയോഡിക് ആയിട്ട് നടക്കും. അതിന്റെ പേരാണ് റിക്കൺസിലിയേഷൻ. ഈ വാക്കും കൂടെ സോറി ദിസ് ഈസ് എ ഗുഡ് വേർഡ്. റീകൺസിലിയേഷൻ, റീസേർച്ച്, റിട്ടേൺ, എല്ലാം റീ വെച്ച് പറയണതൊക്കെ എന്താ? എനിത്തിങ് വിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ റീ വെച്ച് പറയണതൊക്കെ നമ്മൾ തിരിച്ച് നോക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യുന്നു. റിട്ടേൺ, തിരിച്ചു വരുന്നു. റീസേർച്ച്, നമ്മൾ വീണ്ടും പുനരന്വേഷണം നടത്തുന്നു. ഇൻവെന്റ്, നമ്മൾ ഒന്നുകൂടെ ഇതാക്കുന്നു. റീചാർജ്, നമ്മൾ ചാർജ് ചെയ്ത് വീണ്ടും റീചാർജ് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഇവിടെ കൺസിലിയേഷൻ വെച്ചാൽ രണ്ടുപേരും തമ്മിൽ അപ്പൊ പീരിയോഡിക്കലായിട്ട് ഋഷികേഷ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, വാട്ട് ഋഷികേഷ് വിൽ ഡു, ഋഷികേഷ് വിൽ ആസ്ക് ഗോ ടു ദ ബാങ്ക് ആൻഡ് ഹി വിൽ, സാധാരണ പാസ്ബുക്ക് ഉണ്ടെങ്കിൽ പാസ്ബുക്ക് എടുക്കും, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ആണ്, നിങ്ങൾ പോയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കും. യു വിൽ ടേക്ക് ദ സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് ഓഫ് ഇന്ത്യ വിൽ ഹാവ് എ സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഋഷികേഷ് വിൽ ഹാസ് എൻ അക്കൗണ്ട് നമ്പർ. ഇതിനൊരു അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. ആ അക്കൗണ്ട് നമ്പർ ഋഷികേഷ് വിൽ ഗെറ്റ് എ സ്റ്റേറ്റ്മെന്റ് ഫ്രം ബാങ്ക് വിൽ ഗെറ്റ് എ സ്റ്റേറ്റ്മെന്റ് ഓഫീസ് ഫ്രം ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ എ പീരീഡ്. സേ ഒക്ടോബർ month of ഒക്ടോബറിന്റെ സ്റ്റേറ്റ്മെന്റ് ഋഷികേഷ് will take from the Bank of India account. They will give it to you. They will not say that we will not give you anything, but you are entitled to get it. You will get a statement, and in that statement, whatever Rishikesh has deposited as cash or check or anything, whatever payment he has made, not only deposit, payment also, all those will be visible to you in the statement. നിങ്ങളൊക്കെ ATM അക്കൗണ്ടിലൊക്കെ പോയിട്ട് ചെയ്യണ കാര്യം തന്നെ, that will be there. And Rishikesh, what will you do? Rishikesh, when you become a big organization, what Rishikesh will do, you will take this Rishikesh account, and what you will do, you will take the statement. Maybe 10 transactions are statement il kanum. Bank of India has kept in their transactions 10 transactions. Maybe 5 are some receipts, for 10 are some payments given to Rishikesh, and Rishikesh also must have documented that here like this. Rishikesh also for that period he will check his documentation and see that both are matching. അങ്ങനെ മാച്ച് ചെയ്യാനല്ലേ എന്ന് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. സോ ദാറ്റ് നിങ്ങൾ ഈ ബാങ്ക് ഓഫ് ഇന്ത്യ ചിലപ്പോൾ ഋഷികേഷ് കൊടുത്ത സാധനം തെറ്റി വേറെ വല്ല ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിസ് മസ്റ്റ് ഹാവ് ഋഷികേഷിന്റെ മസ്റ്റ് ഹാവ് ഡെപ്പോസിറ്റ് ദിസ് ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഋഷികേഷ് അറിയാതെ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതി കഴിഞ്ഞാൽ ഋഷികേഷിന്റെ ഈ ഇതിലുള്ള ബാലൻസും ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാലൻസും തെറ്റി കാണിക്കും. സോ whenever ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരേ സാധനം തന്നെ രണ്ട് അവിടെ you cannot go and operate their accounting system, but you can reconcile. നിങ്ങൾക്ക് റിക്കൺസൈൽ ചെയ്യാം വേറെ അക്കൗണ്ട് സിസ്റ്റം നിങ്ങളുടെ അവിടെ വെക്കുമ്പോൾ. ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ ഡെപ്പോസിറ്റ്. സപ്പോസ് ക്രെഡിറ്റേഴ്സ്, നിങ്ങളുടെ യു ആർ റണ്ണിങ് എ ബിസിനസ്, സംബഡി ഈസ് സപ്ലൈയിങ് തിങ്സ് ടു യു ആൻഡ് ദേ ആർ ഡൂയിങ് ഇറ്റ് ഓൺ ക്രെഡിറ്റ്. അതായത് ദേ സപ്ലൈ ഇറ്റ്, കുറച്ച് ആളുടെ ക്രെഡിറ്റ് ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ 1 lakh സപ്ലൈ ചെയ്യുന്നു, യു ആർ ഗിവിംഗ് 20,000 to them, not full amount. Then after some days you are giving again 30,000 by checking the quality. Then you are asking them to again supply some 1 lakh rupees, some material. They must have again supplied. Again after them you are giving 50,000 rupees. So you will do, you will keep a, again similar to the bank is keeping your account, you will keep a creditor's account. This person, that person may be another name, another business. He has given this much 1 lakh, I have to give him. Oh, I have given 10,000. Again, I have given 20,000 on this date. Now I have to give him 50,000. I have given him 50,000. So this sheet will be there with you. You will have to share that with that person. That person will also have saying that Rishikesh Coco Solutions has given me this much on this date. I have given a bill. He has not given this much. So reconciliation. This reconciliation is a common process which is happening across entities. Am I clear? Yes, sir. Fine. Everyone clear or no? Yes, sir. Fine. Yes, sir. Somebody is there asking something? Illa. Fine. See friends, now I think 3 concepts are now totally clear. Entity, independent entity, എന്താണ് ഏതാണ്, entity across ഒരാൾക്ക് തന്നെ അവിടെ അക്കൗണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ കാശ് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടാവാം. അതിന് റിക്കൺസിലേഷൻ വഴി
നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ യു കനോട്ട് go into their accounting system and accounting. They cannot come into your accounting system and accounting. അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് വെക്കുന്ന ഒരു സിസ്റ്റമാണ് ലോകത്ത് നടക്കുന്നത്. ഇത് ഇപ്പോൾ സെയിം സ്ഥാപനം, ഇപ്പോൾ റിലയൻസ് ഒരു വലിയ സ്ഥാപനം എടുക്കും, അല്ലെങ്കിൽ ടേക്ക് ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്. ഇന്ത്യൻ ഗവൺമെന്റ് ഹാസ് എൻ അക്കൗണ്ടിങ് സിസ്റ്റം. ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ, ഇതിനെ വെറുതെ എടുക്കരുത്. ഇന്ത്യൻ ഗവൺമെന്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്, കേരള ഗവൺമെന്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഫൈൻ, എല്ലാം ഗവൺമെന്റ് ആണ്. സോ ഇന്ത്യൻ ഗവൺമെന്റ് ഇസ് ഗിവിംഗ് സം മണി ടു കേരള ഗവൺമെന്റ്. എല്ലാം ഗവൺമെന്റ് ആണെന്ന് വെച്ചു, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് എടുക്കണ്ട, അല്ലെങ്കിൽ ഒരു ടേക്ക് സെയിം ഗവൺമെന്റ് എടുക്കണ്ട, ടേക്ക് ദ സെയിം എൻറ്റിറ്റി. റിലയൻസ് എന്നുള്ള കമ്പനി എടുക്കൂ, അല്ലെങ്കിൽ ടാറ്റ എന്നുള്ള കമ്പനി എടുക്കൂ, അല്ലെങ്കിൽ BSNL എന്നുള്ള കമ്പനി എടുക്കൂ. ഇത് BSNL എന്ന് പറയുന്ന സാധനം ഓൾ ഇന്ത്യ കമ്പനിയാണ്. കേരള ഇസ് ദെയർ, ബാംഗ്ലൂർ, കേരള ഇസ് ദെയർ, കർണാടക ഇസ് ദെയർ ഒക്കെ ഉണ്ട്, തമിഴ്നാടു ഇസ് ദെയർ. ഫ്രം കേരള സംതിങ് ഇസ് they can transfer something to Karnataka. വേണമെങ്കിൽ ചെയ്യാം, they can do it. But if Kerala is an accounting system, Kerala എന്ത് പറയും, സെയിം കമ്പനിയാണ്, they will say, they will keep a head of account saying I have given this much to Karnataka. Karnataka will keep an account saying I have received this much from Kerala. സെയിം കമ്പനിയാണ് എന്നാൽ പോലും, കാരണം പ്രോഫിറ്റ് സെന്റേഴ്സ് ആയിട്ട് മാറും. ഈച്ച് സെന്റർ ഇൻഡിപെൻഡന്റ് ആണ് അവരുടെ അക്കൗണ്ടിങ്. അങ്ങനെയാണെങ്കിൽ ദേ ക്യാൻ കീപ് ദെയർ ഓൺ. ഇവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി സെയിം കമ്പനി പോലും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈൻ. സോ എൻറ്റിറ്റി ഇൻസൈഡ് എൻറ്റിറ്റി, എൻറ്റിറ്റി അത് പക്ഷേ എൻറ്റിറ്റി തന്നെയാണ്. എന്നിട്ട് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഒരു വർഷം കഴിയുമ്പോൾ അവർക്ക് BSNL ടോട്ടൽ കണക്ക് വേണം. കേരള അങ്ങനെയല്ലേ കമ്പനികൾ ടോട്ടൽ പ്രോഫിറ്റ് അല്ലേ പറയുക. അപ്പോൾ അവർക്ക് പറയാൻ പറ്റും കേരള സർക്കിളിൽ ഇത്ര പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റും, ഇന്ത്യ ലെവലിൽ ഇത്രയാണ് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യരുത്. സോ അവർ റീകൺസൈൽ ചെയ്യും. എന്നിട്ട് ഇങ്ങനത്തെ കോമൺ സാധനങ്ങളൊക്കെ ഇവർ കൊടുത്തു എന്ന് പറഞ്ഞ് അവർ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കളയും. ദേ വിൽ ക്യാൻസൽ ഇറ്റ് ഓഫ്. ഇതൊക്കെ ഒരു ഡോണ്ട് വറി, ഇതൊക്കെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളാണ് വിച്ച് വി ഡോണ്ട് നീഡ് ടു വറി. നിങ്ങൾക്ക് ക്ലിയർ ആവേണ്ടത് ഈ എൻറ്റിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഒരു ഇൻഡിപെൻഡന്റ് അക്കൗണ്ടിങ് സിസ്റ്റമാണ്. ഡോണ്ട് കൺഫ്യൂസ് ദാറ്റ്. ഇതാണ് ഈ പ്രോസസ്സ്. ഫൈൻ. ഇനി നമ്മൾ next class. So I am stopping here now. I am very happy that this concept, this is the very important thing which നിങ്ങൾക്ക് clear ആവേണ്ടത്. Now what we will be doing is next class വരുമ്പോൾ what we will be doing is, I am stopping the sharing. ചില വേറെ കാര്യങ്ങൾ പറയും, like we will do a case study. ഋഷികേഷിന്റെ സ്ഥാപനം തന്നെ കൂടുതൽ ലെറ്റ് ഇറ്റ് ഡു മോർ ട്രാൻസാക്ഷൻസ്. ഇതിനൊരു അവസാനമുണ്ടോ? ഋഷികേഷിന്റെ സ്ഥാപനത്തിനൊരു അവസാനമുണ്ടോ? ഈസ് ഇറ്റ് ഗോയിങ് ടു എൻഡ്? ഇതിങ്ങനെ അക്കൗണ്ടിങ് നടക്കുകയാണ്, എപ്പോഴെങ്കിലും ഇതൊന്ന് പൂട്ടുന്നുണ്ടോ? ഇങ്ങനെ ഋഷികേഷ് ഇങ്ങനെ കാള പോലെ, ഞാൻ നേരത്തെ പോലെ V1, V2, V3, V4, V5, V6, V7, V8, V9, V10 ഇങ്ങനെ പോവാണ്. അപ്പൊ ഋഷികേഷ് ഒരു സ്ഥാപനം ഒരു 30 കൊല്ലം കഴിഞ്ഞാൽ V3001, V3020 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവോ? ഇതിന് എവിടെയെങ്കിലുമൊക്കെ ഒരു ചില മൈൽ സ്റ്റോൺസ് ഉണ്ടോ? ആർ യു ഗെറ്റിംഗ് മീ? ഇതിനൊരു സൈക്കിൾ ഉണ്ടോ? ഈസ് ദർ സൈക്കിൾ? ആ സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ്? ഹൗ ഈസ് എ കമ്പനി സെയിങ്, ഓ എൻ്റെ ഇപ്പോഴത്തെ ഈ ക്വാർട്ടർലി പ്രോഫിറ്റ് ഇത്രയാണ്, ഹാഫ് ഇയർലി പ്രോഫിറ്റ് ഇത്രയാണ്, ഇയറിൽ ഞങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഇതൊക്കെ ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ്? വാട്ട് ഓൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ യൂസ്ഡ് ഫോർ ദാറ്റ്? ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ കേസ് വെച്ച് തന്നെ പോകും, നോട്ട് കൺസെപ്റ്റ്. കേസ് വെച്ചിട്ട് പോകും. ഇതിനെ നേരത്തെ ഇവിടെ സിബിലിലെ അർച്ചന എവരിബഡി ടോൾഡ് അബൌട്ട് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, വാട്ട് ആർ ഓൾ ദീസ്? ഇതൊക്കെയാണ്, ദീസ് ആർ ദ തിങ്സ് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീക്ക്. And it will be a very exciting session, like a river flowing down into the dam ഒക്കെ തുറന്നില്ലേ in Kerala, dams have been opened, so water is flowing into the Arabian Sea. So like that water will flow, the accounting system will flow to the balance sheet. നമുക്ക് അതിലേക്ക് എത്താം. Fine.